ഹായ് മക്കളെ, അമ്മ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇടിച്ചക്കത്തോരനാ. അതെങ്ങനെയാന്ന് അമ്മ കാണിക്കാം. ഇവിടുത്തെ അച്ഛനെ അടുത്ത വീട്ടിൽ നിന്ന് ഒരു കൊത്തച്ചക്ക കൊണ്ടുവന്നു. ഞാനതൊരു തോരൻ വെക്കാൻ ഒരുങ്ങുക. നമുക്കതൊരു ഇടിച്ചക്കത്തോരൻ വെക്കാം. നമ്മൾ എങ്ങനെ ചെത്തുന്ന കാണിക്കാം. ഇതിനെ കരുതൊലി മാത്രം ചെത്തിക്കളഞ്ഞാൽ മതി. മടലും കൂഞ്ഞും ചക്കുക്കുരുവും ചകിണിയും എല്ലാം കൂടെ നമ്മൾ തോരൻ വെക്കുന്നത്. ചെത്തിയെടുത്താൽ മതി. ഇതുപോലെ ചെത്തിയെടുത്താൽ മതി. കരിന്തോലി മാത്രം കളഞ്ഞാൽ മതി. ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് കഷ്ണങ്ങളാക്കണം. ഇതുപോലെ കഷ്ണമാക്കിയിട്ട് നമുക്ക് ഇത് കുക്കറിലോട്ട് ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഇത് വേവിക്കണം. വേവിച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് ഇങ്ങനെ ഉടച്ച് ഇത് എടുക്കുമ്പോൾ ഈ ചക്ക പൊടി പൊടിയായിട്ട് വരും. ബാക്കിയെല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കാം. കഴുകി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഇത്രയും നുറുക്കിയാൽ മതി. എന്നിട്ട് ഇതിനകത്ത് മഞ്ഞപ്പൊടി, ഉപ്പ്, ഇതിന് ചെറിയൊരു കോപ്പയ്ക്ക് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാം. വേവിച്ചിട്ട് കാണിക്കാം. കാന്താരി അമ്മ എടുത്തേക്കുന്നത് വെള്ളക്കാന്താരിയാ. ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം അമ്മ കാന്താരി പറിച്ചെടുത്തു. പിന്നെ വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി, പിന്നെ ജീരകം, പിന്നെ ഒരു മുറി തേങ്ങ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. നമ്മൾ തീ കത്തിക്കാൻ പോവുക. ചക്ക തോരൻ ഉരുളി വെച്ചു. തേങ്ങ അമ്മ ചതച്ച് കൊണ്ട് വെച്ചു. അതുകൊണ്ട് ചതച്ച് വെച്ചു. അമ്മ മറന്നുപോയായിരുന്നു, മഞ്ഞപ്പൊടിയും കൂടി ഇടണമായിരുന്നു. മഞ്ഞപ്പൊടി ഇട്ടു. അന്നേരം പറഞ്ഞില്ല. പിന്നെ നമ്മൾ ഇതവിടെ ചക്ക കുക്കറിനകത്ത് വെച്ച് കഷ്ണിച്ച് വെച്ച് പുഴുങ്ങി ഉടച്ചെടുത്ത് വെച്ചേക്കുന്ന തോരന്. പിന്നെ അതിനു വേണ്ടി ആവശ്യത്തിന് ഉള്ളി അരിഞ്ഞു വെച്ചു. ചുവന്ന മുളക് കടുവറക്കാൻ അമ്മ ഇച്ചിരി ഉഴുന്ന് ഇടുന്നുണ്ട്. പണ്ട് ഞങ്ങളമ്മയാണെങ്കിൽ അരി ഇങ്ങനെ ഇട്ട് പൊരിക്കുമായിരുന്നു ഈ തോരനൊക്കെ, ഇടിച്ചക്ക തോരനൊക്കെ. അതിന് നല്ല രുചിയാ. അതിന് പകരം ഞാനും ഇച്ചിരി അരി എടുത്തിട്ടുണ്ടെന്ന് ഇതിനകത്ത് ഇടാന്. പിന്നെ കരിയാപ്പല. നമുക്ക് എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായി. ചൂടായി കടുകിടാം നമുക്ക്. കടുക് പൊട്ടി നമുക്ക് ഈ അരി ഇടാം. അരി ഒന്ന് പൊരിയട്ടെ. കടുക് പൊട്ടുന്ന പോലെ പൊട്ടും അരി. ഇനി നമുക്കത് ഉഴുന്നിടാം. ഉഴുന്ന് വിട്ടൊന്ന് പൊരിയട്ടോ. പൊരിഞ്ഞ് ഇനി നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി ഇട്ടു. ചുവന്ന മുളക് ഇട്ടു. ഇതൊന്ന് ചുമക്കട്ടെ.
അകത്ത് അതിനകത്തോട്ടിടാം, ഈ കടുക് വറുത്തതിനകത്തോട്ട്. നമുക്ക് ചക്ക വേവിച്ച് ഇടിച്ച് വെച്ചേക്കുന്ന ചക്ക ഇടാം. വെള്ളം ഇത് വെന്ത ചക്കയാ, എന്നാലും അരപ്പൊന്ന് വേകാൻ വേണ്ടി അമ്മ കുക്കർ മിക്സിയുടെ അതിനകത്ത് ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് ആവി വരാന് ഒന്ന് മൂടി വെക്കാം. നമുക്ക് ചക്ക നല്ല സാധനമാണ്. ചക്ക എല്ലാവരും കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഇടിച്ചക്ക തോരൻ വെച്ച് കൂട്ടണം. പിന്നെ അതുപോലെ തന്നെ ചക്ക പഴുക്കുന്നതിന് മുമ്പേ ചക്ക വേവിച്ച് തിന്നണം. ഷുഗറുകാർക്കൊക്കെ നല്ലതാ, പിന്നെ വയറൊഴിയാൻ നല്ലതാ ചക്ക. അതുകൊണ്ട് എല്ലാരും ചക്ക കളയരുത്. പിന്നെ അതിന്റെ ചക്കക്കുരുവാണെങ്കിൽ മെഴുക്ക് വരട്ടാനും തോരൻ വെക്കാനും തീയല് വെക്കാനും മാങ്ങായും ചക്കക്കുരും കൂടി ഇട്ട് കറി വെക്കാനും ഒക്കെ നല്ലതാ. പിന്നെ ഇപ്പൊ ക്യാൻസറിന് ചക്കക്കുരുവിന്റെ കരിന്തൊലി കളയല്ലെന്നാ പറയുന്നത്. കളയാ. നമുക്ക് തോരനൊന്ന് വറന്ന് നോക്കാം. റെഡിയായി. വെള്ളം എല്ലാം പരി ഇടിച്ചക്ക തോരൻ റെഡിയായി. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചക്കയുള്ള സമയത്ത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉള്ളതുമാണ് ചക്കയ്ക്ക്. അതുകൊണ്ട് പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുതേ. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ. കുഞ്ഞിനും ബൈ പറയണമെന്ന് പറഞ്ഞു മോനെ.